المصطفى المختار خير البرية حليم رحيم محسن متجاوز وعن كل من يثني عليه صفوح. റഷീദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ സുന്ദരമായ രീതിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ഇങ്ങനെ പറയാം. ഹാഇന്റെ ഖാഫിയയിൽ മഹാനവർകൾ പറഞ്ഞ ഒരു വരി, ഹലീമുൻ റഹീമുൻ മുഹ്സിനുൻ മുതജാവിസു വഅൻ കുല്ലി മൈതിനി അലൈഹി സ്വഫൂഹു. ഹലീമുൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സഹനമുള്ളവരാണ്, സഹനശീലമുള്ളവരാണ്, സഹനശാലിയാണ്, സഹിഷ്ണുതയുള്ളവരാണ്, ക്ഷമയുള്ളവരാണ്. റഹീമുൻ, അങ്ങേയറ്റം കൃപയുള്ള കരുണയുള്ള ആളാണ്. മുഹ്സിനുൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ ഗുണം ചെയ്യുന്ന ആളാണ്. മുതജാവിസുൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുകടക്കുന്നയാളാണ്, മെയിൻറ്റു ചെയ്യാത്തയാളാണ്. ആരിങ്ങോട്ട് ആക്രമിച്ചാലും അനിഷ്ടകരമായ എന്തു കാര്യങ്ങൾ പറഞ്ഞാലും നബി തങ്ങൾ അത് വിട്ടുകടക്കും, അത് കാര്യമാക്കില്ല. വഅൻ കുല്ലി മൻ യജ്നി അലൈഹി സ്വഫൂഹു. തങ്ങൾക്കുമേൽ അക്രമം അഴിച്ചുവിടുന്നയാളുകൾ, തങ്ങൾക്കുമേൽ അക്രമം പ്രവർത്തിക്കുന്നയാളുകൾ, അവരെ തൊട്ടു വല്ലാതെ തിരിഞ്ഞുകളയുന്നവരാണ്. അതായത് തന്നോട് മോശമായ രീതിയിൽ പെരുമാറുന്നയാളുകൾ, തനിക്കു നേരെ അക്രമം അഴിച്ചുവിടുന്നയാളുകൾ, തന്നോട് അരുതായ്മകൾ ചെയ്യുന്ന ആളുകൾ, അവരോട് ക്ഷമിക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്ന ഉദാത്തമായ സ്വഭാവത്തിനുടമയായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതങ്ങനെയാണല്ലോ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഖുർആൻ എന്താ പറഞ്ഞത്? നബിയെ, തീർച്ചയായും തങ്ങൾ ഏറ്റവും അതിമഹത്തായ സ്വഭാവത്തിന്റെ മേലിലാകുന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. അവിടെ ഇമാമുകൾ വിശദീകരിച്ചു, ആ പ്രയോഗം ചിന്തിച്ചാൽ അറിയാം. ലഅലാ ഖുലുഖിൻ അദീം എന്നല്ലേ പറഞ്ഞത്. അലാ ലിൽ ഇസ്തിഅലാ, അലാ എന്ന് പറഞ്ഞ ഇസ്തിഅലാഇന്റെ ഹർഫ. ജലസ അലൽ കുർസി, അവൻ കസേരക്കുമേൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മേലിൽ അവന് ഒരു അധികാരം, ഒരു എന്താ പറയാ, അധീശത്വം വന്നുപോയി. വേണ്ട രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യാം, അവന്റെ അധീരതയിലായി. അതുപോലെയാണ് സ്വഭാവം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം പോലെ പ്രവർത്തിക്കുള്ളൂ. ഏറ്റവും മുന്തിയ സ്വഭാവം, ഓരോ വിഷയത്തിലും ഏറ്റവും മുന്തിയ സ്വഭാവമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാകുക. അതിനപ്പുറം ഇനി വേറൊന്നും പറയാനില്ല. ഏതും അങ്ങനെ തന്നെ. അല്ലാഹു വരദാനമായി നൽകിയതും ഉണ്ടാകും, നബി തങ്ങൾ ആർജിച്ചെടുക്കുന്നതും ഉണ്ടാകും. ഇത് രണ്ടിന്റെയും പാരമ്യം നബി തങ്ങളിൽ മേടിച്ചിരിക്കും. ഇതിനപ്പുറത്ത് ഇനി വേറൊന്നും പറയാണ്ടാവില്ല. ഓരോ വിഷയത്തിലും ഏറ്റവും നല്ലതെന്താണോ അതാണ് തങ്ങൾ പ്രവർത്തിക്കുക. അപ്പൊ ഏറ്റവും മുന്തിയ സ്വഭാവത്തിന്റെ മേലിലാണ് തങ്ങൾ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആരാ? വിശുദ്ധ ഖുർആൻ. ഖുർആൻ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എന്ത്? ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്. ഖുർആൻ പറഞ്ഞു, അവരുടെ ഹുദയോട് തങ്ങൾ പിന്തുടരുക. അവിടെ ഇമാം റാസി വിശദീകരിച്ചു. അതിന്റെ ആശയം എന്താണെന്നറിയൂ? ഓരോ പ്രവാചകന്മാരിലും ഓരോ സ്വഭാവം മികച്ചു കാണുമായിരുന്നു. അതായത് പൂർവികരായ പ്രവാചകന്മാരിൽ ഓരോരുത്തരിലും ഓരോ സ്വഭാവം മികച്ചു കാണും. ചില ആളുകൾക്ക് ശുക്ർ വല്ലാതെ ഉണ്ടാവും, അതുപോലെ തന്നെ ചില ആളുകൾക്ക് ക്ഷമ വല്ലാതെ ഉണ്ടാവും. എല്ലാം കൂടി മേടിച്ചിട്ടുണ്ടാവില്ല പൂർണ്ണമായിട്ട്. ഓരോരുത്തരും ഓരോ ഗുണം ഉയർന്നു നിൽക്കും. അപ്പൊ അമ്പിയാക്കളിൽ പലരിലുമായി ചിന്നിച്ചിതറിക്കിടക്കുന്ന ആ സ്വഭാവങ്ങൾ മുഴുക്കെ ആർക്ക് ഒന്നായി നൽകപ്പെട്ടു?
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതാണ് ലികുല്ലി നബിയ്യിൻ ഫിൽ അനാമി ഫളീലത്തുൻ വജുംലതുഹാ മജ്മൂഅത്തുൻ ലിമുഹമ്മദി. ഓരോ നബിക്കും ഓരോ ശ്രേഷ്ഠത, അത് മുഴുത്ത ആർക്ക് നൽകപ്പെട്ടു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടു. അപ്പൊ അതിന്റെ ഭാഗമാണ് ആരിങ്ങോട്ട് എന്ത് മോശം പ്രവർത്തിച്ചാലും അവരോടൊക്കെ ക്ഷമിക്കുക എന്നുള്ളത് ആരുടെ സ്വഭാവമാണ്? നബി തങ്ങളുടെ സ്വഭാവമാണ്. അതാണ് മഹാനവകൾ ഈ വരിയിൽ പറയുന്നത്. ഇതിന്റെ ഉദാഹരണങ്ങൾ ചികഞ്ഞാൽ എത്രയാണ്! സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും അതുപോലെ തന്നെ പ്രസിദ്ധമായ 4 സുനനുകളിലും ഒക്കെ ചിതറിക്കടക്കില്ലേ നബി തങ്ങളുടെ സ്വഭാവം. ഇത് പറയാൻ വേണ്ടി മാത്രം സവിശേഷമായ ഗ്രന്ഥങ്ങൾ ഇമാമുകൾ എഴുതിയിരിക്കുന്നു. ഇസ്ഫഹാനിയെ പോലെയുള്ള ആളുകൾ. അക്രിം ബിഖൽഖി നബിയിൻ സാനഹു ഖുലുഖു ബിൽഹുസ്നി മുസ്തമിലിൻ ബിൽബിശ്രി മുത്തസിമി. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു അതൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. ഫഖൻ നബിയീന ഫി ഖൽഖി വഫി ഖുലുഖി വലം യുദാനുഹു ഫി ഇൽമി വലാ കറമി. സൃഷ്ടിപ്പിന്റെ വിഷയത്തിലും സ്വഭാവ മഹിമയുടെ വിഷയത്തിലും എല്ലാ പ്രവാചകന്മാർക്കും മേലിലാണ് ആരും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉന്നതരായ ആളുകൾ അമ്പിയാക്കളല്ലേ? അമ്പിയാക്കളിൽ വെച്ച് ഏറ്റവും ഉന്നതരാണ് ആര്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കഴിഞ്ഞ നബി തങ്ങളല്ലേ? നോക്കൂ നിങ്ങൾ, അതാ പറയുന്നു മഹാനായ സുഹരി റളിയല്ലാഹു അൻഹു പറയാണ്, ഉമാറത്ത് ബിൻ ഹുസൈമ എന്നവർ എനിക്ക് ഹദീസ് പറഞ്ഞു തന്നു. അന്ന അമ്മഹു ഹദ്ദസഹു, അദ്ദേഹത്തിന്റെ പിതൃ സഹോദരൻ അദ്ദേഹത്തോട് ഹദീസ് പറഞ്ഞു. അദ്ദേഹം സ്വഹാബാക്കളിൽപ്പെട്ട ആളാണ്. എന്താ പറഞ്ഞത്? അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരഅറാബിയിൽ നിന്ന്, ഒരു ഗ്രാമീണനായ അറബിയിൽ നിന്ന് ഒരു കുതിരയെ മേടിച്ചു. ഒരു അറബിയിൽ നിന്ന് ഒരു കുതിരയെ മേടിച്ചു. അങ്ങനെ ആ കുതിരയുടെ വില കൊടുക്കാൻ വേണ്ടി, അതിന്റെ കാശ് കൊടുക്കാൻ വേണ്ടി നബി തങ്ങൾ അയാളോട് തന്റെ കൂടെ പോരാൻ പറഞ്ഞു. വീട്ടിലേക്ക് വാ, ഞാൻ കാശെടുത്തു തരാം. അങ്ങനെ അയാളെ വീട്ടിലേക്ക് കൂട്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേഗത്തിൽ നടന്നു. അഴറാബിയായ മനുഷ്യൻ, അയാൾ പതുക്കെയാണ് വരുന്നത്. അപ്പോൾ ചില ആളുകൾ അഴറാബിയുടെ പിറകെ കൂടി ആ കുതിരക്ക് വില ഇങ്ങനെ ഉയർത്തി പറഞ്ഞു, വില പേശാൻ തുടങ്ങി. ഇത്ര വില തരാം, ഇത്ര വില തരാം. അവർക്കറിയില്ല നബി തങ്ങളെ കുതിരയെ മേടിച്ചിട്ടുണ്ടെന്നറിയില്ല. ഈ അറാബിയുടെ കയ്യിലെ കുതിരയെ കണ്ടപ്പോ നല്ലൊരു കുതിരയാണല്ലോ, നല്ല വില തരാം, നിങ്ങൾ ആ കുതിരയെ ഞങ്ങൾക്ക് വിൽക്കണോ എന്നിങ്ങനെ ചോദിച്ച് പിറകെ കൂടിയപ്പോ അഴറാബിയായ മനുഷ്യൻ പെട്ടെന്ന് കാല് മാറുകയാണ്. അയാൾ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ലഇൻ കുൻത മുബ്തഅൻ ഹാദൽ ഫറസ ഫബ്തഉഹു വഇല്ലാ ബിഅതുഹു. ഒരാള് ഏറ്റവും ഉയർന്ന വില പറഞ്ഞു കുതിരക്ക്, ഇത്ര വില തരാൻ. നബി തങ്ങൾ കച്ചവടാക്കിയ കുതിരയാണ്, മേടിച്ചിട്ടുണ്ട്. വില കൊടുക്കാനാണ് ഇയാളെ വീട്ടിലേക്ക് കൂട്ടിയത്. ഇയാൾ അഴറാബിൽ. അപ്പൊ ഒരു ചങ്ങായി കാശ് കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞപ്പോ വാക്കിന് വില കൽപ്പിക്കാത്ത ആളല്ലേ, അയാൾക്ക് കൊടുത്താൽ തിരക്കിടില്ല, കാശധികം കിട്ടിയിട്ട്. ഇയാള് പെട്ടെന്ന് വാക്ക് മാറ്റിയിട്ട് നബി തങ്ങളെ വിളിച്ചിട്ട്, നിങ്ങൾ ഈ കുതിരയെ മേടിക്കുന്നുണ്ടോ? മേടിക്കുന്നുണ്ടെങ്കിൽ വേഗം മേടിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇയാൾക്ക് വിൽക്കുകയാണ്. ഇത് കച്ചവടമാക്കി കഴിഞ്ഞ സംഗതിയാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, അവലൈസ ഖദ് ബതഅതഹു, നീ അതിനെ വിറ്റില്ലയോ മനുഷ്യ? എനിക്ക് വിറ്റതല്ലേ? അയാൾ മറുപടി ഫഖാല ലാ വല്ലാഹി മാ ബിഅതുക, അല്ലാഹുവാണ് സത്യം, നിങ്ങൾക്ക് ഞാൻ അതിനെ വിറ്റിട്ടില്ല. ഇന്നാ ലില്ലാഹ്.
അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങൾ എനിക്ക് വിറ്റിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ജനങ്ങൾ ഇളകി. നബി തങ്ങൾ സമീപം ചെന്നു. അഅറാബി പേടിച്ചു. നബി തങ്ങളെ കൂടെ ജനങ്ങൾ കൂടിയപ്പോ അഅറാബിക്ക് ജീവനിൽ ഭയം. അയാൾ പറഞ്ഞു, ഹലുമ്മ ഷഹീദാ, നീ സാക്ഷിയെ കൊണ്ടുവരൂ മുഹമ്മദ്. ഫൽയഷ്ഹദ് അന്നീ ഖദ് ബായഅതുക, ആ സാക്ഷി പറയട്ടെ ഞാൻ നിനക്ക് വിറ്റിട്ടുണ്ടെന്ന്. അപ്പൊ സുബ്ഹാനല്ലാഹ്, ജനങ്ങൾ പറഞ്ഞു, ഫമൻ ജഅ മിനൽ മുസ്ലിമീന ഖാല ലിൽ അഅറാബി വൈലക ഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യകുൻ ലിയഖൂലു ഇല്ലാ ഹഖ്ഖാ. എടോ, നബിതങ്ങൾ സത്യമല്ലാതെ പറയൂല, നബിതങ്ങൾ സത്യമല്ലാതെ പറയൂല, കളവ് പറഞ്ഞത് നീയാണ്. നമ്മളാണ് എന്താ ചെയ്യുക? അവന്റെ കാരണക്കുറ്റി അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടോ? കച്ചവടാക്കിയ സംഗതി പിന്നെ വിറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ വെച്ചിട്ട് നബിതങ്ങൾ അയാളെ മീൻഡ് ചെയ്തില്ല, അയാൾ ആക്രമിക്കാൻ പോയില്ല. കണ്ടോ, നബിതങ്ങളുടെ ഉദാത്തമായ സ്വഭാവമാണ്, നബിതങ്ങളുടെ ഉദാത്തമായ സ്വഭാവമാണ് ഏറ്റവും മുന്തിയ സ്വഭാവം. അതങ്ങനെ വേറെയും സംഭവങ്ങൾ കാണാം. സെയ്ദ് ബിൻ അർഖം തങ്ങൾ പറയാൻ, യഹൂദികളിൽപ്പെട്ട ഒരാൾ, അയാൾ ലബീദ് ബിൻ അഅ്സമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്തു. നബി തങ്ങൾക്ക് സിഹർ ചെയ്തു. ആഭിചാരക്രിയ, മാരണക്രിയ, അത് അടിസ്ഥാനമുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഒരാളെ കൊല്ലാം, ഒരാളെ ഭ്രാന്തനാക്ക, നല്ല സ്നേഹത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കീരിയും പാമ്പും കണ്ട പോലെ അകറ്റാൻ ഒക്കെ പറ്റും സിഹർ കൊണ്ട്. അടിസ്ഥാനമുള്ള സംഗതിയാണ്. നബിതങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്, ശാരീരികമായ പ്രയാസമുണ്ടായിട്ടുണ്ട്. അത് ബുഖാരിയിൽ തന്നെയുള്ളതാ. അപ്പൊ ഈ ലബീദ് ബിൻ അഅ്സം എന്ന് പറയുന്ന ആള് നബിതങ്ങൾക്ക് സിഹർ ചെയ്തു. അതുകൊണ്ട് നബിതങ്ങൾക്ക് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായി. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, യാ റസൂലല്ലാഹ്, ജൂതന്മാരിൽപ്പെട്ട ഒരാൾ തങ്ങൾക്ക് സിഹർ ചെയ്തിട്ടുണ്ട്. അയാൾ ചില കെട്ടുകളൊക്കെ കെട്ടിയിട്ട് ഇന്നാലിന്ന സ്ഥലത്ത് നിക്ഷേപിച്ചിരുന്ന ഒരു കിണറിൽ എന്ന് പറഞ്ഞു. നബിതങ്ങൾ അലിയാരെ പറഞ്ഞയച്ചു. അത് പുറത്തെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. പുറത്തെടുത്ത് കൊണ്ടുവന്നു. ഓരോ കെട്ടും അങ്ങനെ അഴിച്ചപ്പോൾ നബിതങ്ങൾക്ക് ആശ്വാസം കിട്ടിയെന്നാണ്. എന്നാൽ പൂർണ്ണമായി അസുഖമൊക്കെ ഭേദപ്പെട്ടു. നബിതങ്ങളുടെ വിവരം ആ ജൂതനോട് പറഞ്ഞതില്ല. നബിതങ്ങളുടെ മുഖത്തത് പ്രകടമായിരുന്നില്ല. അതാണ് വിട്ടുവീഴ്ച ചെയ്യുക. ഒരാളോട് മനസ്സിൽ തോന്നും കരുതി ആ നിലക്ക് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഫ്വിന്റെ ഏറ്റവും ഉയർന്ന രീതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ പറഞ്ഞതിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ നിലക്കുള്ള സന്തോഷങ്ങളും ഇരുലോകത്തും നമുക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.